ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് കണ്ടോ, സ്പ്രിങ് സീസണായി. എനിക്കിഷ്ടമുള്ള പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങി മരത്തിൽ. ഞാൻ മാസ്ക് വെച്ചിട്ടാട്ടോ സംസാരിക്കുന്നത്. വെതർ നല്ല കോൾഡാണ്, റെയിനിയാണ്. അപ്പം എനിക്ക് അത്ര കോൾഡ് കാറ്റടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടാണുള്ളത്. പലതരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഇങ്ങനെ നിറയെ തുലഞ്ഞ മരങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. ഞാൻ ഓണത്തിന് പറിച്ചിട്ട പൂക്കളാണ്. ഇപ്പം വഴിയിലുള്ള പുല്ലിലും എല്ലായിടത്തും നിറയെ പൂക്കളുണ്ട്. അത്ഭുതമാണ്. ഇഷ്ടമുള്ള പൂവാണ്. ചില സമയത്ത് ഇതിൽ എലിയൊന്നും ഉണ്ടായിരുന്നില്ല, പൂ മാത്രം ഇങ്ങനെ ബൾബിട്ടതുപോലെ നിൽക്കുമായിരുന്നു. അതിനകത്തത് അതും പൂത്തുലഞ്ഞു. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. പ്രത്യേക രസമാണ് ഈ മരം കാണാൻ. പുല്ല് വരെ, ചെറിയ പുൽച്ചെടികൾ വരെ ഇതാ ചെറിയ ചെറിയ പൂക്കളായിട്ട് നിൽക്കുക. ഇത് സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും പൂക്കളാണ്, എവിടെ നോക്കിയാലും പൂക്കളാണ്. സ്പ്രിങ് കുറച്ച് നേരത്തെ തന്നെ ഒരു സെപ്റ്റംബറിൽ നമ്മൾ ആ ഓണത്തിൻ്റെ സീസണിലൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടിയായിരുന്നു ഇടാൻ. സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നല്ലോണം പൂക്കളായി. എന്താല്ലേ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് പ്രകൃതിയുടെ മാറ്റം, അതും എല്ലാ ചെടികളും ഒരുപോലെ പൂത്തു നിൽക്കുക എന്നൊക്കെ പറയുന്നത് സീസണിൻ്റെ അത്ഭുതമാണ്. അതുപോലെ ഒരു സീസണിലെ മിക്കവാറും എല്ലാ ചെടികളും ഒരുപോലെ ഇലയൊക്കെ പൊഴിച്ച് ഇങ്ങനെ ഒരു കമ്പ് മാത്രമായിട്ട് നിൽക്കുന്നത് കാണുന്നതും ഒക്കെ അതൊരു പ്രത്യേകതയാണ്. പിന്നെന്തൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ നാട്ടിലത്തെ വിശേഷം വർത്തമാനമൊക്കെ? ഞാൻ 2-3 ദിവസമായിട്ട് ന്യൂസ് കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അഷ്ടമി രോഹിണിയുടെ ഘോഷയാത്ര ഒക്കെ കണ്ടു. അത് കുറച്ച് റീൽസിൽ കൂടെയൊക്കെ കണ്ടു. എനിക്കൊന്നും അധികം ന്യൂസുകളൊന്നും അറിയില്ല. എന്താണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ന്യൂസുകളും എല്ലാം ഉണ്ടോ? പിന്നെ ലേറ്റസ്റ്റായിട്ട് കണ്ടത് മഞ്ഞപ്പൂവാണ്. ലേറ്റസ്റ്റായിട്ട് കണ്ട ന്യൂസ് എന്ന് വെച്ചാൽ ഒരാളെ ഒരു കപ്പിൾ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ ഉപദ്രവിച്ചത്, ഹണി ട്രാപ്പ്, അങ്ങനെ എന്തോ ഒരു ന്യൂസാണ്. കുറച്ച് ഞാൻ കണ്ടു. അതിനുശേഷം അതിൽ തന്നെ എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ലായിരുന്നു. സ്റ്റഡിയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ജോബ് ഹണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ അതിലേക്കാണ് കുറച്ച് 2 ദിവസത്തെ ഫോക്കസ് ആയത്. പൂക്കളുണ്ടോ? എൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരറിയോ? ഈ പൂവിൻ്റെ എനിക്ക് പേരറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പൂക്കളത്തിലൊക്കെ ഇട്ടാൽ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതാണ്. അതിന് നല്ല ഡിസൈനൊക്കെ വരുമ്പോൾ ഈ പൂ അങ്ങനെ ശ്രദ്ധിച്ച് വേണം ഇടാൻ. കാരണം ഇത് ഈ പൂ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഡിസൈൻസ് വേണം ഇടാൻ. പിന്നെ ഓണമൊക്കെ എല്ലാവരും അടിച്ച് തകർത്തോ? ഞാൻ ആ വിശേഷം ചോദിക്കാൻ മറന്നുപോയി. ഓണമൊക്കെ എല്ലാവരും തകർത്തു ആഘോഷിച്ചു അല്ലേ? പുലിക്കളിയൊക്കെ കണ്ടോ TV-യിൽ കൂടെയൊക്കെ? എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ എടുത്തു, സിനിമകളൊക്കെ കണ്ടു. ഒരു വിശേഷം പറയാൻ മറന്നു. ഞാൻ ഒരു സിനിമ കണ്ടു, ലോക എന്ന് പറയുന്ന സിനിമ കണ്ടു. ഉണ്ടോ? ഇതെനിക്ക് ചെടിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നല്ല ഇഷ്ടമുള്ള ഒരു ചെടിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് പൂവും കൂടി ഉണ്ടാവുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്.
അപ്പോൾ ആ ഗ്രീനും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ റെഡും ഒക്കെ കൂടിയിട്ട് അട്രാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. വേറൊരു മഞ്ഞ സുന്ദരി പൂവാണ്. ഈ പൂ കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചാൽ അതിൻ്റെ ഫ്രൂട്ടാണോ, പൂവായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ കാണാൻ പോയ കാര്യമായിരുന്നു കണ്ടത്. ലോക എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, അതാണ് കണ്ടത്. നസ്ലീനും കല്യാണി പ്രിയദർശനും കൂടിയിട്ട് പറ്റിയതാണ്. അതിൻ്റെ ഇടയിലേക്ക് ഇത്തിരി സമയം ഉണ്ടെങ്കിൽ ലോക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കിടക്കും. എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ എനിക്കും ബുക്ക് ചെയ്തോ, ഞങ്ങൾക്ക് മിസ്സാവണ്ടെന്ന് വെച്ച് ഞാൻ പറഞ്ഞ് അങ്ങനെ പോയി കണ്ടതാണ്. അവിടെ ഇതാ ഈ പൂക്കളെങ്ങനെയുണ്ട്, ഒരു വീട്ടിലെ മുറ്റത്താണ്. ഇത് പൂക്കൾ എന്ന് പറയാം, നമുക്ക് പൂക്കളിൻ്റെ പാടം, പൂക്കൾ പാടം എന്നാണ് പറയുന്നത്. നല്ല രസമുണ്ടല്ലോ. ഇതിൻ്റെ മുൻപിലുള്ള റോഡിൻ്റെ സൈഡിലും ഇതുണ്ട്. അതിങ്ങനെ വന്നിട്ട് വീണിട്ട് ഉണ്ടായതാണ്, അതൊക്കെ നട്ട് വെച്ചതാണോ അറിയില്ല. എന്നാലും ഇവിടെയും ഉണ്ട് കുറച്ചൊക്കെ. വെരി അട്രാക്റ്റീവാണ്. പല പല കളറിലും ഉണ്ട്. ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ളതുണ്ട്, വൈറ്റുണ്ട്, ലൈറ്റ് കളറിലുണ്ട്, പിന്നെ ഡാർക്ക് കളറിലുണ്ട്. പല വെറൈറ്റിയിലുള്ള കളേഴ്സിനാണ് നിൽക്കുന്നത്. ഞാൻ പണ്ട് ഊട്ടിപ്പൂവെന്ന് പറഞ്ഞിട്ട് ടൂറൊക്കെ പോയിക്കാം. ഊട്ടിയിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. ടൂറൊക്കെ പോയി കഴിയുമ്പോൾ കുട്ടികളൊരു പ്ലാസ്റ്റിക് പോലത്തെ, എന്നാൽ പ്ലാസ്റ്റിക് അല്ല, ഊട്ടിപ്പൂവെന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ കളറുള്ള പൂവ് കുട്ടികൾ കൊണ്ടുതരുമായിരുന്നു ക്ലാസ്സിലൊക്കെ. അപ്പോൾ അതുപോലെ ഒരു പ്ലാസ്റ്റിക് പോലത്തെയാണ് അതിൻ്റെ ഇല ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ആ ഊട്ടിപ്പൂവിനെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ സിനിമയുടെ വിശേഷം പറഞ്ഞില്ലല്ലോ. ലോക സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ, നല്ല സിനിമ എന്നൊക്കെ അങ്ങനെ എന്തോ ഒരു അതിൻ്റെ ഒരു പ്രമോഷനും പിന്നെ ആൾക്കാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു കഴമ്പുള്ള സിനിമയാണ്, എന്തോ ഒരു പ്രത്യേകതയുള്ള എന്തെങ്കിലും എസൻസ് ഉള്ള സിനിമയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. എസൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് ഉള്ളിൽ തട്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഒരു എൻ്റർടൈനറാണ്. അതായത് പഴയ മിത്തുകളും പിന്നെ പുതിയ മോഡേൺ കോമഡിയും ഒക്കെ കൂടി, പിന്നെ ഗ്രാഫിക്സും എല്ലാം വെച്ചിട്ടുള്ള എല്ലാം കൂടിയുള്ളൊരു കോമ്പിനേഷൻ മൂവിയാണ്. പിന്നെ മൂവി ബോറടിപ്പിച്ചൊന്നുമില്ല, വയ്ക്കുന്ന പോലത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ഷൻസ് ഉണ്ടായിരുന്നു, ഗ്രാഫിക്സിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ അതിശയം അത്ഭുതകരമായ സീൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലോകോത്തരം മൂവി എന്നൊക്കെ പോയതുകൊണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത പ്രൊമോഷൻ കൊണ്ടൊക്കെ എന്തോ ഒരു വലിയ സംഭവം പറഞ്ഞ് പോയതുകൊണ്ടാണ്. ബട്ട് ഒരു നോർമൽ ഒരു മിക്സിനെയും പിന്നെ നോർമൽ പിന്നെ ഈ ജനറേഷനിൽ കുറച്ച് കോമഡിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഗ്രാഫിക്സിൻ്റെ ഒരു ഹെൽപ്പും എല്ലാം എടുത്തിട്ട് ഒരു സംഭവം. ഈ ഹോളിവുഡ് മൂവീസൊക്കെ ചെയ്യുന്ന പോലെ സീരീസ് ആയിട്ട് ഡിഫറെൻറ്റ് പാർട്സായിട്ട് അവർ ഇറക്കിയിട്ടുള്ളത്. ഫസ്റ്റ് വരുന്ന പോലെ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെടുമ്പോൾ സെക്കൻഡ് ചിത്രകഥ വായിക്കുന്നത് പോലെയാണ് തോന്നിയത്. ചുമരൻ്റെ മുകളിൽ നിന്ന് താഴെ ചാടി വരുന്നതും ഒക്കെ കാണുമ്പോഴത്തേക്കും എന്തായാലും സസ്പെൻസ് കളയണില്ല. ഇനി കാണാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ കാണാൻ നല്ലൊരു എൻ്റർടൈനറാണ്, ബോറടിക്കുന്നൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നവർ നന്നായിട്ട് ഇഷ്ടപ്പെടും. നസ്ലിൻ്റെ കുറേ കോമഡിയൊക്കെ ഉണ്ട്, അതൊന്നും നമ്മളെ നിരാശരാക്കിയിട്ടില്ല. എൻ്റർടൈനറാണ്.
അപ്പോൾ ഞാനിങ്ങനെ ആഫ്റ്റർനൂണിൽ സ്കൂളിലൊക്കെ പോണ വഴിക്കാണ് വീഡിയോ എടുത്തത്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഡെമോ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, സമയത്ര കുറവായിരുന്നു. ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ സ്വാൻ റിവർ വരെ ഒന്ന് പോയാൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. കുറച്ചും കൂടിയും സമയം മാത്രമേ ഞാൻ തോന്നുന്നു ഞാൻ കുറച്ച് നാളും കൂടിയാണ് ഈ കൺട്രിയിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം, ജോലി നോക്കിയിട്ട് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് ഞാനൊരു 90% വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് കുറച്ചൊരു 2 വീക്സൊക്കെ ഗ്യാപ്പ് ഉണ്ടാകും. പുറത്ത് പോയാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ചിങ്ങനെ സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്താലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പറ്റിയാൽ ഞാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണോ അവിടെ എനിക്കിഷ്ടപ്പെട്ട കാഴ്ചകളും ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട വിശേഷങ്ങളൊക്കെ ആയിട്ട് സമയത്തിനനുസരിച്ചിട്ട് ഞാൻ വരാം. അത് ഇപ്പം ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. അതുവരയ്ക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.